പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, സുപ്രഭാതം. ഞാൻ കുരിശുവീട്ടിൽ ജോൺ അഗസ്റ്റിൻ, എറണാകുളത്ത് നിന്ന്. നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് മാമാങ്കത്തിൻ്റെ രണ്ടാമത്തെ ക്വാർട്ടർ ഫൈനൽ കഴിഞ്ഞു, സ്പെയിനും ബെൽജിയമായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ സ്പെയിനാണ് ജയിച്ചത്. 2-1 കളി ജയിച്ചു. മുഴുവൻ കളിയിലും സ്പെയിനിൻ്റെ പൂർണ്ണ ആധിപത്യം ഉണ്ടായിരുന്നു. ബെൽജിയത്തിന് ഒരു ഗോളും അടക്കാൻ പറ്റി എന്നതിലധികം ഈ വേൾഡ് കപ്പിൽ സ്പെയിനിൻ്റെ ഗോൾ പോസ്റ്റിൽ ഒരു ഗോള് ഇതുവരെ ആരും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കളി തുടങ്ങുമ്പോൾ വരെ വേൾഡ് കപ്പ് 2026 സ്പെയിനിൻ്റെ ഗോൾ പോസ്റ്റിൽ ഒരു ഗോളും ആരും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യമായിട്ടൊരു ഗോൾ അടിക്കാൻ ബെൽജിയത്തിന് കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ്. പക്ഷേ കളിയിൽ ഉടനീളം ഈ പറയണ പോലെ സ്പെയിനിൻ്റെ ആതിഥ്യമായിരുന്നു. അവർ ഏകദേശം 18 ഷോട്ട് അടിച്ചു, അതിൽ 8 ടാർഗറ്റിൽ ചെന്നു. 2 ഗോളായുള്ളൂ. ബെൽജിയമാണെങ്കിൽ ആകെ 5 ഷോട്ട് അടിച്ചു, 2 ടാർഗറ്റിൽ വന്നു. ഗോള് 1 ബോൾ കൺട്രോളും പൊസിഷനും ഒക്കെ 70% സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സ്പെയിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അത് പാസസ് ആയാലും പാസ് ആക്യുറസി ആയാലും എല്ലാം സ്പെയിൻ തന്നെയായിരുന്നു. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സ്പെയിൻ ഇനി സെമി ഫൈനലിൽ ഫ്രാൻസായിട്ട് ഏറ്റുമുട്ടും. ഫ്രാൻസിനെ തോൽപ്പിക്കാൻ പറ്റിയ ഒരു ടീമായിട്ട് സ്പെയിൻ വന്നിട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് മാത്രം പറയാം. സ്പെയിൻ ഇത്രയും അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും കാണണം. പക്ഷെ അവർക്കത് ഗോളിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്ട്രൈക്കർ, നല്ലൊരു സ്ട്രൈക്കർ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ അവരുടെ സ്ട്രൈക്കറായിട്ട് കളിക്കുന്നത് മൈക്കൽ ഒയാസാമ്പൽ എന്നും പറഞ്ഞ ഒരാളാണ്. അയാൾ വേൾഡ് കപ്പിൽ ഇതേവരെ ഷൈൻ ചെയ്തിട്ടില്ല. അയാളെ കൊണ്ട് ആ പണി പറ്റുമെന്ന് തോന്നണില്ല. എല്ലാ പ്രാവശ്യവും അവർക്ക് ഏതെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് വന്നതിന് ശേഷമാണ് ഗോൾ അടിക്കുന്നത്. അയാൾ എന്തിനാണ് ഇപ്പോഴും കളിപ്പിക്കണതെന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ ഒരു അലക്സ് ബൈന എന്നും പറഞ്ഞുണ്ട്, ജേഴ്സി നമ്പർ 15. അതും വലിയ കാര്യമില്ല. കഴിഞ്ഞ 2-3 കളികളായിട്ട് വേസ്റ്റാണ്. പക്ഷേ ഫസ്റ്റ് 11 ഇവർ 2 പേരും ഇറക്കി, എന്നിട്ട് സെക്കൻഡ് ഹാഫ് ആകുമ്പോൾ ഇവരെ മാറ്റേണ്ട ഗതികേടാണ്. ഇന്നലെയും ഈ പറയണ പോലെ പ്രീ ക്വാർട്ടർ ഫൈനലിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വന്ന് ഗോളടിച്ച റൂഡ്രി തന്നെയാണ് രണ്ടാമത്തെ ഗോളടിച്ച് ജയിപ്പിച്ചത്. അതുപോലെ തന്നെ ഫാബിയൻ റൂയിസും ഗോളടിച്ചിട്ടുണ്ട്. അവരുടെ സ്ട്രൈക്കർ നന്നായിട്ട് കളിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ ഏറ്റവും നല്ല സ്ട്രൈക്കർ എന്ന് പറഞ്ഞാൽ നിക്കോ വില്യംസ് ആണ്. നിക്കോ വില്യംസ് എപ്പോഴും അവസാനത്തെ ഒരു 10-20 മിനിറ്റ് നേരത്തേക്ക് വന്നത്. അങ്ങേരിക്കൊന്നും നല്ലൊരു കാര്യമായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പം യമാല ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരൊക്കെ ഉണ്ടാക്കുന്ന ഓരോ ചാൻസുകൾ അത് പോസ്റ്റിലോട്ട് എത്തിച്ചു കഴിഞ്ഞാൽ ഗോൾ അടിക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേ? അതായത് എംബാപ്പനെ പോലെ, മെസ്സിനെ പോലെ, കെയ്നെ പോലെ, അതുപോലെ ആരെങ്കിലും വേണം. അവരുടെ സ്പെയിനിൻ്റെ ഏറ്റവും വലിയൊരു കുറവായിട്ട് ഞാൻ കാണുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഇതുവരെ ഗോളൊന്നും വഴക്കാതെ ഇപ്പോൾ ഒരു ഗോൾ വഴങ്ങിയിട്ടുണ്ട്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് നല്ലൊരു സ്ട്രൈക്കർ വരട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതില്ലാത്തിടത്തോളം കാലം ഈ രീതിയിലുള്ള കളിയുണ്ട് അവർക്ക് ഫ്രാൻസിനെ ജയിക്കാൻ പറ്റത്തില്ല. അത്രേ ഉള്ളൂ പറയാനായിട്ട്. ഇന്ന് രാത്രി അഥവാ നാളെ രാവിലെ 2 കളിയും കൂടിയുണ്ട്. അതായത് അവസാനത്തെ ക്വാർട്ടർ ഫൈനൽസാണ്. രാത്രി 2:30 നോർവേ ഇംഗ്ലണ്ടും തമ്മിലാണ്.
ഇംഗ്ലണ്ട് വളരെ ശക്തമായ ടീമാണ്. കെയ്ൻ എന്നുള്ള നിലയിൽ നല്ലൊരു സ്ട്രൈക്കറുണ്ട്. അദ്ദേഹം ഇതിനോടകം തന്നെ 7 ഗോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ ലൈനപ്പ് ഗംഭീര ലൈനപ്പാണ്, ഒരു കുഴപ്പമില്ല. അവരുടെ റിസർവ് ബെഞ്ച് തന്നെ ഉണ്ട് ഒരു സെക്കൻഡ് ടീം ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് നോർവേനെ തോൽപ്പിക്കാൻ അവർക്ക് ഈസി ആയിട്ട് പറ്റും. ഈ കളിയിൽ എന്തായാലും ഇംഗ്ലണ്ട് ജയിക്കുമെന്നാണ് ഞാൻ പറയണത്. നോർവേയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നോർവേയുടെ ഒരു ഹാളണ്ട് മാത്രം കളിച്ചിട്ട് കാര്യമില്ലല്ലോ. ബ്രസീലായിട്ടുള്ള കളിയിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. ആ ഗോൾ അടിക്കണ 70ാമത്തെ മിനിറ്റ് വരെ ഹാളണ്ടൊക്കെ ഈ പറയണ പോലെ പോസ്റ്റിൻ്റെ അവിടെ വെറുതെ വട്ടം ചുറ്റി നടക്കണമായിരുന്നു. അദ്ദേഹത്തിന് മാർക്ക് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ മാർക്ക് ചെയ്യാതിരുന്നതിൻ്റെ ഒരൊറ്റ കാരണം കൊണ്ടാണ് അയാൾ പോയി ലാസ്റ്റ് 2 ഗോൾ അടിച്ചത്. അയാളും ഈ പറയണ പോലെ റൊണാൾഡോനെ പോലെയാണ്. ഇപ്പോഴത്തെ റൊണാൾഡോ പോസ്റ്റിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ആരെങ്കിലും ബോൾ ഇട്ട് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഗോൾ അടിക്കും. അല്ലാതെ എംബാപ്പനെ പോലെ മെസ്സിനെ പോലെ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ചെയ്ത് സ്വന്തമായിട്ട് ഗോൾ അടിക്കാൻ കപ്പാസിറ്റിയുള്ള ആളൊന്നും അല്ല അത്. അത്ര സ്കില്ലും അയാൾക്കില്ല. നോർമയുടെ മൊത്തം ടീം എടുത്തു കഴിഞ്ഞാലും ഇംഗ്ലണ്ടിനെതിരെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. എൻ്റെ അഭിപ്രായമാണ്. ഇംഗ്ലണ്ടിലും ഫസ്റ്റ് ഒരു ഇനീഷ്യൽ ഗോൾ കിട്ടിക്കഴിഞ്ഞാൽ അവർ അടിപൊളിയായിട്ട് കളിക്കും. ആദ്യത്തെ ഗോൾ വീഴാനാണ് ഇംഗ്ലണ്ടിന് ഒരു പ്രശ്നം. അല്ലെങ്കിൽ ഇംഗ്ലണ്ടിൻ്റെ ടീം നല്ല ടീമാണ്, ഒരു സംശയമില്ല. വില്ലിംഗ്ഹാം ആണ് അതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് പ്ലെയറായിട്ട് ഞാൻ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞേ കെയ്ൻ വരുള്ളൂ. വില്ലിംഗ്ഹാമൊക്കെ കളിച്ചില്ലെങ്കിൽ കെയ്ന് ഗോൾ അടിക്കാൻ പറ്റത്തില്ല, അതാണ് സത്യം. അതേപോലെയുള്ള മിഡ്ഫീൽഡ് അവരുടെ ഭയങ്കര സ്ട്രോങ് ആണ്. അവർ ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസസ് കെയ്ൻ എന്ന അവരുടെ സ്ട്രൈക്കർ നല്ല രീതിയിൽ കൺവേർട്ട് ചെയ്ത് ഗോളാക്കുന്നുണ്ട്. അതാണ് ഇംഗ്ലണ്ടിൻ്റെ വിജയം. അത് രാത്രി 2:30 മണിക്കാണ് അതിൻ്റെ കളി. അത് കഴിഞ്ഞ് രാവിലെ 6:30 അർജൻറ്റീന സ്വിറ്റ്സർലാൻഡ്. അർജൻറ്റീന സത്യം പറഞ്ഞാൽ ആ ടീമിൽ നിന്ന് മെസ്സിനെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ എനിക്കറിയില്ല അവരെങ്ങനെ ജയിക്കുമെന്ന്. കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ മെസ്സി അല്ലാതെ ഒത്തിരി ആൾക്കാരുണ്ട്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ മെസ്സി കളിച്ചില്ലെങ്കിലും അവർക്ക് മാച്ചുകൾ ജയിക്കാൻ പറ്റുമായിരുന്നു. ഫ്രാൻസിനെ മാത്രമാണ് അവർ കഷ്ടപ്പെട്ടത്. ബാക്കി ടീമിനെ തോൽപ്പിക്കാൻ ഒന്നാമത്തെ കാര്യം ഡി മേരിയയ്ക്ക് ഒരു റീപ്ലേസ്മെൻ്റ് ഇല്ല, നല്ലൊരു മിഡ്ഫീൽഡില്ല, മെസ്സി ഇല്ലാതെ ഒരു സ്ട്രൈക്കറില്ല. അവരടിച്ച ഗോളുകളിൽ 90% ഗോൾ അടിച്ചേക്കുന്നത് മെസ്സിയാണ്. 8 ഗോളും മെസ്സി അടിച്ചു. മെസ്സി ഇല്ലാത്ത അർജൻറ്റീനയെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. പിന്നെ ഈ കളിയിലെങ്കിലും ഫിഫയും റഫറിമാരും ഇടപെടാതെ അർജൻറ്റീനനെ മര്യാദക്ക് കളിച്ച് ജയിക്കാനായിട്ട് അനുവദിക്കണമെന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഏതായാലും സ്വിറ്റ്സർലാൻഡിന് മെസ്സി കളിക്കുന്ന അർജൻറ്റീനനെ തോൽപ്പിക്കാനായിട്ട് പറ്റില്ല. അത്രേ ഉള്ളൂ പറയാനായിട്ട്. പിന്നെ കാബോ വെർഡിയക്കെതിരായിട്ടും കഴിഞ്ഞ കളിയിൽ ഈജിപ്റ്റായിട്ട് വേർത്തതുപോലെ ഉള്ള കളിയാണ്. മീൻസ് അവർ ശക്തരായിട്ടുള്ള ടീമുകളായിട്ട് കളിക്കുമ്പോൾ അത് കാബോ വെർഡേനെ പോലെയുള്ള ഒരു ടീം, അതിനുശേഷം ഈജിപ്റ്റിനെ പോലെയുള്ള ഒരു ടീം, അതൊന്നും വലിയ ടീമുകളൊന്നുമല്ല. വേൾഡ് കപ്പിൽ അത്ര വലിയ ടീമുകളൊന്നുമല്ല. ഈജിപ്റ്റ് ചരിത്രത്തിലാദ്യമായിട്ടാണ് പ്രീ ക്വാർട്ടർ ഫൈനൽ കളിക്കുന്നത്. കാബോ വെർഡെ ചരിത്രത്തിലാദ്യമായിട്ടാണ് വേൾഡ് കപ്പ് കളിക്കുന്നത്. അവരുടെ മുമ്പിലൊക്കെ കഷ്ടപ്പെട്ട് തന്നെയാണ് അർജൻറ്റീന കയറി വന്നേക്കുന്നത്. സ്വിറ്റ്സർലാൻഡും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് വന്നേക്കണം. പക്ഷേ കൊളംബിയയുടെ എടുത്ത കളി അതേപോലെ കളിച്ചിട്ട് ഷൂട്ടൗട്ടിലോട്ടൊക്കെ പോകണമെങ്കിൽ അർജൻറ്റീനയുടെ കാര്യം കട്ടപ്പോയി. സ്വിറ്റ്സർലാൻഡ് നന്നായിട്ട് കളിച്ചതെന്ന് പറയാനായിട്ട് അത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ.
പിന്നെ അവർ ഇന്ന് എന്ത് ചെയ്യുമെന്ന് കണ്ടറിയാം, അത്രേ ഉള്ളൂ. ഏതായാലും ഇന്നത്തെ കളിയിൽ ഇംഗ്ലണ്ടും ആദ്യത്തെ കളിയിൽ, രണ്ടാമത്തെ കളിയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും അർജൻറ്റീനയും ജയിക്കും. ഇതല്ലാതെ ഒരു ഫലമാണ് വന്നെങ്കിൽ ഉറപ്പായിട്ടും അതൊരു അട്ടിമറിയാവും. സ്വിറ്റ്സർലാൻഡ് കാബോവർദിനെ പോലെയോ ഈജിപ്തിനെ പോലെ നമ്മളുടെയൊക്കെ എക്സ്പെക്റ്റേഷൻ്റെ മേളിലോട്ട് കയറി കളിച്ചാൽ കളി മാറും. ഏതായാലും കളി നമുക്ക് കണ്ടിട്ട് ബാക്കി പറയാം. ഓക്കെ.